കൃഷ്ണ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജപദഗ്നിയുടെയും വിശ്വാമിത്രന്റെയും ജനനത്തെക്കുറിച്ച് കണ്ടു. വളർന്നു വലുതായപ്പോൾ ജപദഗ്നി തന്റെ പിതാവിനെ പോലെ തന്നെ മഹാനായ ഒരു മഹർഷിയായി തീർന്നു. ഒരിക്കൽ അദ്ദേഹം അയോധ്യ നഗരിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അന്നത്തെ രാജാവായിരുന്ന പ്രസേനജിത്തിന്റെ പുത്രിയായ രേണുകയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് അവളെ വിവാഹം കഴിച്ചു നൽകണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു. തന്റെ പുത്രിയെ ഒരു മഹർഷിക്ക് വിവാഹം കഴിച്ചു നൽകുവാൻ രാജാവിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ മുനിശാപം ഭയന്ന് അദ്ദേഹം തന്റെ പുത്രിയെ ജമദഗ്നിക്ക് വിവാഹം കഴിച്ചു നൽകി. രേണുകയിൽ ജമദഗ്നിക്ക് 3 പുത്രന്മാർ ആദ്യമുണ്ടായി: സുഹോത്രൻ, വസു, വിശ്വവസു. അതിനുശേഷം 4ാമതായി ഉണ്ടായ പുത്രന്റെ അഭിരാമമായ സൗന്ദര്യം കണ്ട് ആ പുത്രൻ അവർ രാമൻ എന്ന് നാമകരണം ചെയ്തു. ആ രാമനാണ് ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമായ പരശുരാമൻ. നാളെ മുതൽ നമുക്ക് ഭഗവാൻ പരശുരാമന്റെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും ഹരികൃഷ്ണ.